സ്പീഡ് പെർഫോമൻസ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റാൻഡം ആയിട്ട് കുറെ സ്പ്രിന്റ് ചെയ്തിട്ട് കാര്യമില്ല. വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പ്രിന്റ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് 3 ഫേസുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് ഇനിഷ്യൽ ഫേസ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഫേസ് ആണ്. അതായത് ഏറ്റവും വേഗത്തിൽ നമ്മുടെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആക്സിലറേഷൻ ഫേസ് എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന ഫേസ് ആണ് മാക്സിമം വെലോസിറ്റി അറ്റൈൻമെന്റ് ഫേസ്. അതായത് നമ്മുടെ ടോപ്പ് സ്പീഡിൽ നമ്മൾ റൺ ചെയ്യുന്നതിന്. അതിനുശേഷം വരുന്ന ഒരു ഫേസ് ആണ് സ്പീഡ് എൻഡ്യൂറൻസ് ഫേസ്. അതായത് നമ്മുടെ ടോപ്പ് സ്പീഡ് ലോങ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് റൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്പീഡ് എൻഡ്യൂറൻസ് ഫേസ് എന്ന് പറയുന്നത്. നമ്മുടെ സ്പീഡ് പെർഫോമൻസിനെ സംബന്ധിച്ച് ഈ 3 ഫേസും പരസ്പരം റിലേറ്റഡ് ആണ്. പക്ഷേ ഈ ഓരോ ഫേസും ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്സിലറേഷൻ ഫേസിൽ ഉപയോഗിക്കുന്ന റണ്ണിങ് മെക്കാനിക്സ് അല്ല നമ്മുടെ മാക്സിമം സ്പ്രിന്റ് ഫേസിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആക്സിലറേഷൻ ആണെങ്കിലും നമ്മുടെ സ്പീഡ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സ്പീഡ് എൻഡ്യൂറൻസ് ആണെങ്കിലും ഇവ ഡെവലപ്പ് ചെയ്യാനായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള റെപ്പിറ്റേഷൻ ട്രെയിനിങ് ആണ് നമ്മൾ ഫോളോ ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്പ്രിന്റ് പെർഫോമൻസ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓരോ ഫേസിനും വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിലാണ് നമ്മുടെ ഓവറോൾ സ്പ്രിന്റ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഡീറ്റെയിൽ വീഡിയോസിനായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇസ്മി ഷെബിൻ. സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.